This is the final boarding call for passengers Hello? Jenna and Brian Gray മോളെ ഉപ്പ ലാൻഡ് flying ചെയ്യിക്കണേ. to Athens അതപ്പറങ്ങിയോളൂ. on flight ഇല്ല എന്റെ ലഗേജ് കിട്ടാണ്. ലഗേജ് കിട്ടി അപ്പൊ അങ്ങോട്ട് വരാലോ. ഓ അനക്കുള്ള മാല എന്റെ പുയ്യാപ്പിളക്കുള്ള ഐഫോൺ ഒക്കെ കൊണ്ടുവന്നിക്കണേ. ആരാ കൂട്ടാൻ വന്നേ? ആ നജീബ പുറത്തുണ്ടല്ലോ അല്ലേ? അതപ്പത്ത് ഞാൻ ലഗേജ് കിട്ടിയ ഉടനെ വരാട്ടോ. ആ ശരി ശരി ശരി. എന്താണ് പോയത്? എന്തേ നിങ്ങളിതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ഇത് പുറകെ പറഞ്ഞ ആൾക്കാരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഒരാൾ കടന്നു പോകാൻ നിങ്ങൾ സൗകര്യം ചെയ്ത് തരണ്ടേ? നിങ്ങൾക്ക് അതിലോട്ട് പോയിക്കൂടില്ലയോ? അതെങ്ങനെ ഞാൻ പോകും? നിങ്ങൾ ഇടവും വലവും വിടാതെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടെന്നാ? അല്ല ഞാൻ കുടുംബക്കാർ കൂട്ടാൻ വന്നിക്കണേ. ഓരെ വിളിച്ചേനി. ഇതിപ്പോ ഫോണിന്റെ ആവശ്യമില്ലല്ലോ, അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ 3 കൊല്ലത്തിന് ശേഷം വരികയാണ്. അതിന്റെ ഒരു സന്തോഷം കാണിച്ചാ അങ്ങനെയല്ല നമ്മുടെ പ്രവാസികളൊക്കെ. നമുക്കൊക്കെ ഉണ്ട് ഭായി സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അട്ടഹസിക്കാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടായി ശ്രമിച്ചാളി. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളത്. എവിടെയാ? ദുബായിലെവിടെയാണ്? ഞാൻ ഷാർജയിലാ. ഷാർജലോ? നമ്മള് ഷാർജയിലാണല്ലോ. ഷാർജയിലെവിടെ? നമ്മള് ലുലുല്ലേ? ആ. ലുലുവിന്റെ അടുത്ത് ഭാഗത്ത ഫ്ലാറ്റില്. ഞാൻ ലുലുവിന്റെ റൈറ്റ് സൈഡിലുള്ള ഫ്ലാറ്റിലാണ്. ആണോ? അതെ. ഇത്രയും കാലം നമ്മള് കണ്ടില്ലല്ലോ അല്ലേ? ഞാൻ 12 അപ്പൊ അതിനായി 15 നാട്ടിലെവിടെയാ? ആലുവയിലാ. ആലുവയിലെടെ? നമ്മുടെ നടൻ ദിലീപില്ലേ? ആ. ദിലീപിന്റെ വീട്ടിലടുത്ത്. അല്ല നമ്മളെ കലാപൻ നവാസില്ലേ മിമിക്രിക്കാരെ? മൂപ്പരെ വീട്ടെടുത്ത് ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. 12,000 പേര് എത്തിയതാ കളഞ്ഞ് മൊത്തം. ഗെയിം കളിച്ച് നടക്കുക. മൊബൈൽ നോക്കി അവൻ എവിടെയെങ്കിലും മൂക്കടിച്ച് വീഴുള്ളൂ. ഈനാൻ പേച്ച് പോലത്തെ ഒരു സാധനം. പഠിച്ചോന് ബാഗ് തുറന്നെടുക്കുകയാണല്ലോ. ലോക്ക് ചെയ്ത ബാഗ് എങ്ങനെ തുറക്കല്? പഠിച്ച റബ്ബേ, സാധനങ്ങളൊക്കെ പോയിക്കണല്ലോ. മാഡം എന്റെ ബാഗ് തുറന്നു കിടക്കണ്. ബാഗ് തുറന്നു കിടക്കണ്. സാധനങ്ങളൊക്കെ പോയിക്കണ്. ഇത് ഇത്രയൊന്നല്ല സാധനം ഉണ്ടായത്. ഒരുപാട് സാധനം ഉണ്ടായതാ. സാറ് ടെൻഷൻ അടിക്കാതിരിക്കും. സാറിന് ഒന്നും നഷ്ടപ്പെടില്ല. ഇത് എയർപോർട്ടാണ്. ഇവിടെ CCTV ക്യാമറ എല്ലാം ഉണ്ട്. അല്ല ഞാൻ ലോക്ക് ചെയ്തത് കണ്ടോ? ആദ്യം ടെൻഷൻ അടിക്കാതെ എന്താ നഷ്ടപ്പെട്ടതെന്ന് നോക്കും. നഷ്ടപ്പെട്ടത് ഇവിടെ ഒന്നും പോവില്ല സാർ. മാഡം ഗോൾഡ് പോയി. എന്റെ മോക്ക് ഞാൻ പഠിച്ച 5 പൗണ്ട് മാല പോയി മാഡം. പെട്ടിയിലില്ല. ഐഫോൺ പോയി. ഐഫോൺ കണ്ടില്ല. വില കൊടുപ്പുള്ള സാധനങ്ങളൊക്കെ പോയിക്കണം. എന്തൊക്കെ ഞാൻ കാട്ടുക സാർ? ഈ 5 പവന്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാറിന് അലൗഡ് ആയിട്ടുള്ള ഗോൾഡ് ആണ്. അതെന്തിനാ ഈ ലഗേജിന്റെ കൂടെ വെക്കുന്നത്? സാറിന്റെ ഹാൻഡ് ബാഗിൽ വെച്ചൂടെ? ഹാൻഡ് ബാഗിനെ കേട്ടോ അടച്ചുറപ്പ് എന്റെ അകത്തുനിന്ന് കരുതിട്ട് അതിന്റെ അകത്ത് വെച്ചാൽ ഞാൻ ഇപ്പൊ കുട്ടി നമ്മളെടുത്തായോ? സാറിന് കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാഡം ഞാനൊന്ന് ഫ്ലൈറ്റ് പോയി നോക്കട്ടെ. അയ്യോ സാർ അങ്ങോട്ട് പോയിക്കൂടാ. ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോ എന്താ ഞാൻ കാട്ടെ മാഡം? ഇനി അഥവാ ഫ്ലൈറ്റിൽ അത് വീണിട്ടുണ്ടെങ്കിലും സാറിന് തന്നെ തിരിച്ചു കിട്ടും. സാറ് ടെൻഷൻ ആവാതിരിക്കും. കിട്ടും. എന്റെ മോൾ 5 പൗണ്ട് മാലയെ പോയത്. സാർ ആദ്യം തന്നെ ഇവിടെ കസ്റ്റംസ് സോൺ ഉണ്ട്. അത് ഇവിടുന്ന് നേരെ പോയാൽ മതി. അവിടെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി. ഓ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ? ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ്. സാറേ എന്തെങ്കിലും ചെയ്യണം. എന്താ? അല്ല എന്തെങ്കിലും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ. അത് ഞാൻ പറഞ്ഞല്ലോ, അലൗഡ് ലിമിറ്റ് കഴിഞ്ഞു. ഇനി ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ എക്സ്ട്രാ വന്നതാണ് ഇപ്പൊ ഇവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത്. അതിന് ഡ്യൂട്ടി അടക്കണം, അത്രേ ഉള്ളൂ. ഇത് വില കുറഞ്ഞതാണ് സാറേ. ഇവിടെ സീനിയർ ഓഫീസർ ഉണ്ട്, സത്യശീല സാറ്. ഓ. ആള് വരുമ്പോ ഒന്ന് സംസാരിച്ചു പോകും കേട്ടോ. ഇപ്പൊ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു കുറച്ച്. ആ ഇത് കഴിച്ചാ പോരെ? ഇതൊക്കെ കഴിച്ചിട്ട് ഈ എയർ ഹോസ്റ്റസിനോടൊക്കെ അങ്ങനെ തമാശകൾ പറയണ മോശമല്ലേ? പാവമാണ് സാറേ. ഞാനും പാവമാണ് കേട്ടോ. ഡ്യൂട്ടി കറക്റ്റ് ചെയ്യണ്ടേ ഞങ്ങൾക്ക്? ഇപ്പൊ അവിടെ പോയിരുന്നു. സാറ് വരുമ്പോ ഒന്ന് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഓ താങ്ക് യു. എന്താണ് സാറ് അവിടെ പോയിരിക്കും.
സാറേ സാർ കസ്റ്റംസ് ഓണല്ലേ സാർ എന്റെ ഇത് പോയിട്ടുണ്ട് സാർ ബാഗിൽ നിന്ന് സ്വർണം പോയി മൊബൈലും പോയി ഇപ്പൊ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയ സാർ. നിങ്ങള് ഇത് ഇതിനകത്ത് വെക്കാൻ പറഞ്ഞാണോ അതോ? അല്ലല്ല സാർ, അവിടുന്ന് എടുത്തു വെച്ച് എന്റെ മോളെ കല്യാണത്തിന് വേണ്ടി മേടിച്ചതാണ് സാർ. 5 പവന്റെ മാല എന്റെ മരുമോന് കൊടുക്കാൻ വേണ്ടി ഒരു ഐഫോൺ 2 ഞാൻ മേടിച്ചു കൊണ്ടതാ. ഇവിടെ ഇത് പൂട്ട് പൊട്ടിച്ച സാർ. ഇത് തുറന്നു കിടക്കുക? തുറന്നു കിടക്കുക, ഞാൻ അറിഞ്ഞില്ല സാർ. ഞാൻ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ വീണു. അപ്പൊ നോക്കുമ്പോൾ അത് ബാഗ് തുറന്നെടുക്കണേ. ഇത് ബാഗിൽ വേറെ എന്തെങ്കിലും അനധികൃതമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരുന്നോ? ഇല്ല, വേറെ ഒന്നുമില്ല. എങ്ങനെ പൊട്ടിക്കുന്നത് എനിക്കറിയില്ല സാർ. ആരോ മോഷ്ടിച്ച സാർ. ആരും മോഷ്ടിച്ച ഇവിടുന്ന് ഈ നിങ്ങളെ ജീവനക്കാരൻ ആരും മോഷ്ടിച്ച? നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ല, അങ്ങനെ പറയുന്നത് സാർ. ഇത് അവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിട്ട ലഗേജ് അല്ലേ. ഇവിടുത്തെ വൃത്തമ്പഴേക്ക് സാധനം പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരല്ലാണ്ട് റോട്ടിൽ നിന്ന് ആരും വന്ന് എടുക്കുമോ? സുഹൃത്ത്, നിങ്ങൾ അങ്ങനെ പറയില്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. ഞങ്ങളൊക്കെ മാന്യമായിട്ട് ശമ്പളം മേടിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ. അതറിയാം സാർ, മാന്യത ഇല്ലാത്തവരും ഉണ്ടാവും ഇവിടെ. അങ്ങനെ ആരെങ്കിലും എടുത്താണ്, അല്ലാണ്ട് തുറക്കും സാർ. നോക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കും. ഒരു 1.5 ലക്ഷം ഉറുപ്പിന്റെ മുതലാണ് സാർ. അതുകൊണ്ട് നോക്കാം അത് ആരെടുത്തെന്നും അന്വേഷിക്കട്ടെ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇരിക്കും. എന്താ പോയേ? സ്വർണ്ണമാലയും മൊബൈലും. നിങ്ങളെന്താ പോയത്? എന്തുവാ? മദ്യം. എന്താണ് കാരണം? ഈ വയസ്സാം കാലത്ത് ഈനൊക്കെ നിക്കണം. വീട്ടിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം മേടിച്ചൂടെ? അല്ല, നിങ്ങൾ ഉപകാരണ സാധനം ഉണ്ടെന്ന് എന്നിട്ട് അതുണ്ട്. ഹലോ സാർ, ഇവിടെ ഒരു പാസഞ്ചറെ ഒരു 5 പവന്റെ മാല നഷ്ടപ്പെട്ടു, പിന്നെ ഐഫോൺ അല്ലേ, ഒരു ഐഫോൺ നഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കുകയാണ്. അതെ. പേരെന്താ നിങ്ങളുടെ? സുമേഷ് കുമാർ. അതെ, നിങ്ങളല്ല? മൊയ്തു. ആ യെസ്. എവിടെ സ്ഥലം? എവിടെ? തോപ്പുംപടി. ആലുവയിലാണ് സാർ. അതെ. എവിടുന്നാ വരുന്നത്? കുവൈറ്റിൽ. അതെ, നിങ്ങൾ സാർ ഷാർജ എന്നാണ്. അതെ. ഏതാ ഫ്ലൈറ്റ് ഏതാ? കുവൈറ്റ് എയർപോർട്ട്. നിങ്ങളോടല്ല, നിങ്ങളെന്തിനാ? സോറി സാർ, എയർ ഇന്ത്യയാണ് സാർ. എയർ ഇന്ത്യ സാറേ, എയർ ഇന്ത്യ. നിങ്ങളോടാണ് ചോദിച്ചത്, എന്നോടല്ല കേട്ടോ. താങ്ക് യു. എന്താ ബ്യൂറോ സാർ? എന്റെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ശരി സാർ. നല്ല പാർട്ടിയാണ്. ഇവിടെ വന്നിരിക്കുകയാണോ? അതെ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചില്ല, കണ്ടില്ലേ? ഇല്ല. കണ്ടു. ഇല്ല, ഞാൻ കണ്ടില്ല. എന്തൊരു കണക്കും? എന്താന്ന് അറിയില്ല. എന്താണ് അറിയില്ല? പറ. ഇന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കളാഴ്ച. പറ എന്നോട് പറ, ചുമ്മാ കളിപ്പിക്കല്ല. തിങ്കളാഴ്ച വേറെന്താ? അതല്ല, ഒന്ന് ആലോചിച്ചു. എന്താ, എനിക്ക് ഓർമ്മയില്ല. വേറൊരു വിശേഷമില്ല. എന്താ വിശേഷം? കളിക്കല്ലേ പറയുന്ന. എന്നോട് പറയാന്ന്. എനിക്ക് അറിഞ്ഞൂടാന്ന്. ഇതെനിക്ക് ദേഷ്യം തന്നെ. എന്താന്ന് പറഞ്ഞൂടെ? ഇന്ന് എയർപോർട്ടിലുള്ള എല്ലാരും എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഓ, ഇന്ന് ബർത്ത്ഡേ ആണോ? ഇന്ന് ബർത്ത്ഡേ ആണോ? പക്ഷെ നിങ്ങൾ മാത്രം പറഞ്ഞില്ല. ഒന്ന് വിളിക്കായിരുന്നല്ലോ, ഒരു മെസ്സേജ് അയക്കായിരുന്നല്ലോ. ചിരിക്കല്ലേ? എനിക്ക് ചിരിയൊന്നും വന്നില്ല. നിനക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ? എനിക്കൊരു സർപ്രൈസ് വേണ്ട. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും പറയാത്ത ഒരാള്. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും പറയാത്ത ആളല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അല്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ കയ്യിൽ വെച്ചിട്ടാണോ എന്നെ പറ്റിച്ചേ? ഇതെങ്ങനെയുണ്ട്? എന്താ നന്നായിട്ട് കേട്ടാ? പിന്നെ ഇടാൻ 30 കയ്യിൽ വയ്ക്കും. അതേപോലെ ശരിക്കും ഞാൻ ആ ലഗേജ് ഹാൻഡിൽ ചെയ്യുന്ന പയ്യന്മാരില്ലേ, അവരോട് പറഞ്ഞു വാങ്ങിച്ചതാ. അതിനിപ്പോ എന്താ? ഞാനിടും. ഇപ്പൊ ഇടണ്ടെന്ന്. ഇപ്പൊ കയ്യിൽ വെക്കുക, പിന്നെ ബാഗിൽ വെച്ചാൽ മതി. ഏട്ടന്റെ മട്ടും ഭാവൊക്കെ കണ്ടാ തോന്നുന്നത് ആദ്യമായിട്ട് ചെയ്യണമെന്ന്. അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. അയ്യടാ, ഈ മോതിരം വരെ അവിടെ അടിച്ചു മാറ്റിയില്ലേ? ഇല്ല, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നില്ല. എന്റെ ലഗേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇരിക്കുന്ന ഒരു ചെറിയ ഹാൻഡ് ബാഗ്, അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കൊണ്ടുവരും? ഇവിടത്തെ ഗ്രൗണ്ട് സ്റ്റാഫും കസ്റ്റംസും കൂടെ പലതും അടിച്ചു മാറ്റുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ മട്ടത്തരം കാണിക്കോ? ഒരു നിമിഷം. എക്ടി ഷുഗർലെസ്. ഓക്കെ. അതെ,
സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുഭൂമി പോയി കഷ്ടപ്പെടുന്നത് എന്തിനാണ് യുവമാർക്ക് തിന്നാൻ കൊടുക്കുന്നത്? വെള്ളമായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഉളുപ്പില്ല കസ്റ്റംസ് എന്നും പറഞ്ഞു, പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് എല്ലാം കണക്കാന്നേ. ആ എന്ത് പ്രശ്നം? ആ ഓക്കെടാ, ഞാൻ വിളിക്കാം. ഓക്കെ. ഒരു സാധനം കൊണ്ടുവന്നില്ല ഗൾഫിൽ നിന്ന് വരുമ്പോ, എന്നിട്ടായി ഗുണ്ടടിച്ചോണ്ട് പോകുന്നത്. നിനക്ക് ഏതാ ഫ്ലൈറ്റ് ഏതാ അടുത്തത്? 2:30 ഷാർജ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് സമയമായി. ഇറങ്ങണം. ഓക്കെ അമ്മ മിസ് യു. ഓക്കെ. മെസ്സേജ് വേണേ. പോയാ ഇല്ല, ഇത് അദ്ദേഹത്തിന്റെ ആണ്, ഡ്യൂട്ടി അടച്ചിട്ടില്ലായിരുന്നു. സാറേ ഡ്യൂട്ടി അടച്ചാ? ഡ്യൂട്ടി അടച്ചിട്ട് വാ കേട്ടാ, ഇല്ലെങ്കിൽ അത് പറഞ്ഞോ. അല്ല സാറ് എഴുന്നേക്ക് എഴുന്നേക്ക് അല്ല എഴുന്നേക്കെന്ന്. നേരെ പോട്ടെ. ഇതെന്താ സാറേ ഇദ്ദേഹത്തിന്റെ ആണ് 5 പവന്റെ ഒരു മാല നഷ്ടപ്പെട്ടു, പിന്നെ ഒരു ഐഫോണും കാണാനില്ല എന്ന് പറയുന്നു. 5 പവന്റെ മാല സാർ, ഒരു ഐഫോണും എന്റെ ബാഗിൽ നിന്ന് പോയത് സാർ. ഓക്കെ. ആ പെട്ടെടുത്തു. കൂട്ടിവിടെ പൊട്ടിച്ചില്ല സാർ എടുത്ത്. നോക്കിയിരുന്നോ? ശരിക്കും ചെക്ക് ചെയ്തിരുന്നു. സാർ ഇതൊക്കെ അറിയുന്നത് നിങ്ങൾ എന്താ പോയെന്ന് പറഞ്ഞു? മാലയും മൊബൈൽ ഫോൺ ഉണ്ട് സാർ. മാലയും മൊബൈൽ ഫോൺ നിങ്ങൾ പക്ഷേ വെച്ച് കാണൂല. വെച്ചിട്ടുണ്ട് സാർ. കാര്യപ്പെട്ട് കൊണ്ടുവന്ന് എന്റെ മോളെ കല്യാണത്തിന് വേണ്ടി കൊണ്ടുവന്ന മുതലാ രണ്ടു. പിന്നെ അത് എവിടെ? ഫ്ലൈറ്റിൽ ഇറക്കി നേരെ കൊണ്ടുവരുന്ന പെട്ടി അത് തുറന്നു കിടക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരനെ ചെയ്ത്, നിങ്ങളെ പോലുള്ള ആൾക്കാരനെ ചെയ്ത്. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. സാർ എയർപോർട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും പത്രങ്ങളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. എന്റെ കുറെ പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാ എന്റെ പെട്ടിന്ന് പോണേ. അതെ, ഇത് അന്വേഷിക്കട്ടെ, നമ്മൾ അന്വേഷിക്കാം. പെട്ടെന്ന് അന്വേഷിക്കണം. എനിക്ക് അടുത്ത അച്ഛന്റെ മോളെ അന്വേഷിക്കണോ? അത് ശരി. അപ്പൊ ഞാൻ ആട്ടുനോട്ടിന്റെ മോളെ കല്യാണത്തിന് പണ്ടുണ്ടാക്കി വന്നാ ഇന്ന് നിങ്ങൾ അന്വേഷിച്ചു ഒരു മാസം. സാർ എന്റെ വിഷമങ്ങൾ തന്റെ കാര്യം മാത്രം നോക്കിയിരുന്ന പോരെ, ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാർ 1.5 ലക്ഷം വരുന്ന മുതലാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അന്വേഷണം ഏതുവരെ പോകുന്നത് എനിക്കറിയാം. എന്താ ചെയ്യണം എനിക്കറിയാം. ഞാൻ ചെയ്തോളാം. അല്ലാതെ ഇങ്ങനെയല്ല പാസഞ്ചർമാർ പെരുമാറും. അത് മനസ്സിലായി. അന്വേഷിക്കാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു. എന്നെ അടുത്ത് വാരി വലിച്ചിട്ടുണ്ട്. കളിക്കുക ഇങ്ങനെ പാസഞ്ചർമാർ പെരുമാറുന്നുണ്ട് കേട്ടോ. ശരിയാക്കി തരങ്ങളാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമ്മൾ ഇവിടെ തന്നെയാ ജീവിക്കണേ. സാറേ അതിലെന്തേലും സത്യമുണ്ടോ? എന്ത്? അല്ല, അയാളുടെ മാല നഷ്ടപ്പെട്ടു. ഇയാളുടെ ജോലി ചെയ്യണോ? ഇയാള് ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓക്കെ സാർ. ഇല്ലെങ്കിൽ ഓരോ സത്യസന്ധന്മാര്. പടം വിജയിച്ചിട്ടേ എന്തില്ലത് അഭിനയിക്കുന്നത് ഞാനല്ലേ, നായകൻ ഞാനല്ലേ. അങ്ങനെ പടം വിജയിക്കും പരാജയപ്പെടും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തിന് നമ്മളെ കാര്യം. ദുബായിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ഉണ്ടായിനി. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പൊ എന്റെ കുറച്ച് സാധനം അധികം ഉണ്ട്. അപ്പൊ എങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തരണം. അയ്യോ, അത് ചെക്കിങ്ങിന് പറഞ്ഞ കാര്യമില്ലല്ലോ. അത് നേരെ ഗ്രീൻ ചാനൽ വഴിയും കയറി പോയാൽ മതിയായിരുന്നല്ലോ. അയ്യോ, അത് വിട്ടു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അതെനിക്ക് മറന്നുപോയി. ഫോട്ടോ എടുത്തോട്ടെ സാർ. 1 3 എടുത്തോ. ഒരു മിനിറ്റ്. ഞെക്കണ്ട ഞെക്കുമ്പോ ഒരു കണ്ണിന് ഒരു അർച്ചല്.
ഒന്ന് തൊട്ടാ ഓക്കെ എന്നാലും ശരി കാണാം This is the final boarding call for passengers Gemma 93, flying to Athens on flight Z9753. Your flight is ready to ഇത് എത്ര മണിക്കൂർ എടുക്കും ഉപ്പ? Please go എത്ര മണിക്കൂർ എടുക്കും വിമാനത്തിൽ? വിമാനോ വിമാനം 3.5 മണിക്കൂറുകൊണ്ട് ദുബായിൽ. ആണോ? ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്, അപ്പൊ ഒരു ചെറിയ പേടി. പേടിക്കൊന്നും വേണ്ട. വിമാനത്തിൽ കയറിയാലേ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറയാ, പിന്നെ കണ്ണും പൂട്ടി അവിടെ കിടന്നേക്കുക, അവിടെ എത്തിക്കോളും. പിന്നെ അതൊക്കെ പഠിച്ചോന്റെ കയ്യിലാ. പൊന്തി കഴിഞ്ഞാൽ എത്തി. എന്ത് വർത്താനോ പോയി പറയണം. പറയണ്ടേ പ്രശ്നം ഇരിക്കുന്ന വിഷയമില്ലേ? കണ്ണടക്കുന്ന അയാളാണ് പണ്ട് മറ്റേ പ്രശ്നം ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ ദിവസം? എനിക്കെതിരെ കേസ് കൊടുത്തില്ലേ? ഇയാളെ ഒരു കാര്യം ചെയ്യും, താൻ വിട്ടോ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. വരുമെന്ന് ഇപ്പൊ ഹലോ, This is the final boarding call for നിങ്ങൾ മൊയ്തു ആണോ? passengers Gemma ആണെങ്കിൽ? Ryan Gray, ആണെങ്കിൽ flying to Athens നിങ്ങൾ മൊയ്തു ആണല്ലോ? ആ മൊയ്തുവാണ്. എനിക്കെതിരെ കേസ് കൊടുത്ത നിങ്ങളല്ലേ? ആ ആ Your flight is എവിടേക്കാ നിങ്ങള്? ready to leave. ഷാർജക്കാണ്. എവിടേക്ക്? ഷാർജക്കാണ്. നിങ്ങളാരാ? എന്റെ ഉപ്പയാണ്, വൈഫിന്റെ ഉപ്പയാണ്. എന്റെ മരുവനാണ്. നിങ്ങൾക്ക് പോവാം, ഇയാൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതെന്താ എനിക്ക് പോകാൻ പറ്റാത്ത? നിങ്ങൾ പോകാൻ പറ്റില്ല തന്നെ. എന്റെ കൈമില് ടിക്കറ്റ് പാസ്പോർട്ടൊക്കെ നമ്മുടെ കൈമിലുണ്ടല്ലോ, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത? ടിക്കറ്റ് പാസ്പോർട്ടൊക്കെ എന്റെ കൈമിലുണ്ടല്ലോ, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത? അത് മാത്രം പോകാൻ പറ്റില്ല അതന്നെ. അതെന്താണ്? നിങ്ങൾ പോകാൻ പറ്റില്ല. പുതിയ നിയമം അത്? പുതിയ നിയമം. അത് ശരി, അതൊന്ന് കാണണല്ലോ. എന്നാല് സാറേ, ഇജ്ജ് ഇവിടെ നിന്നടാ. സാറേ അതെന്റെ വൈഫിന്റെ ഉപ്പയാണ്. സാധനങ്ങൾ മിസ്സായെന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. സാറേ അതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ കയറി പോകാൻ നോക്കുക, അവിടെ ഫ്ലൈറ്റ് പുറപ്പെടുത്ത്. പോകാൻ പറ്റില്ല സാറേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ ഇടങ്ങേറല്ല, ഉപ്പാക്ക് പോകാൻ പറ്റില്ല. ഉപ്പ അയാൾക്കെതിരെ കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഉപ്പാക്കെതിരെ അയാള് കേസ് കൊടുത്തിട്ടുണ്ട്. എന്നോട് വേണേ പോയിക്കോ, ഉപ്പാനെ വിടൂലെന്ന്. ആ നടക്കണ കാര്യമില്ല. നമ്മളത് പാസ്പോർട്ട് മിസ് ചെയ്യില്ലേ, പിന്നെ നമുക്ക് പോയത് ഉണ്ടാക്കണ്ട ഉപ്പ എങ്ങനെയെങ്കിലും പറഞ്ഞു. സോറണ്ട, എനിക്ക് ആദ്യമായിട്ട് പോവാൻ ഞാൻ 10-15 കൊല്ലമായി പോകാൻ തുടങ്ങിയിട്ട്. ഞാൻ തെറ്റ് പഠിപ്പിക്കായി.